മക്കളെ, ഇന്ന് നമുക്ക് മിലേ സബുക്കോ എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എല്ലാം നോക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ നോക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉഗ്നെ ഗിൽനെ പക്നെ സെ ക്യാ താത്പര്യ ഹെ? ബീജ് അങ്കുരിത് ഹോന. ഉഗ്ന പറഞ്ഞാൽ മുളയ്ക്കുക, അതായത് വിത്ത് മുളയ്ക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്തത് ഗിൽന എന്നതുകൊണ്ട് ഫൂൽ ഗിൽന, പൂക്കൾ വിരിയുക. ആർ ഫൽ പക്ന. പക്ന പറഞ്ഞാൽ പാകമാവുക, അതായത് പഴങ്ങളൊക്കെ പാകമാവുക എന്നർത്ഥമാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मिले सबको पंग और उड़ने के लिए गुला एक आसमान, इसका मतलब क्या है? जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह गुला अवसर मिलना चाहिए. ജീവിതത്തിൽ മുന്നേറാൻ കഴിവും അതുപോലെ തന്നെ ആകാശം പോലെ തുറന്ന അവസരങ്ങളും ലഭിക്കണം. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠേം ലിഖേം ക്യാ ക്യാ ചാഹിയേ? എഴുതൂ, എന്തൊക്കെയാണ് വേണ്ടത്? മിട്ടി ആർ ബൂന്ത്, അതായത് വളരാൻ. ചെടി മുളയ്ക്കാണ്, വിത്ത് മുളയ്ക്കുന്നു. മുളയ്ക്കാൻ വേണ്ടി എന്താ വേണ്ടത്? മിട്ടി ആർ ബൂന്ത്, മണ്ണും അതുപോലെ തന്നെ തുള്ളിയും, വെള്ളത്തുള്ളി, വെള്ളം വേണം. അതുപോലെ തന്നെ ഗിൽനെ കേലിയെ, അതായത് വിരിഞ്ഞതാണ് അല്ലേ, ഗിൽനെ കേലിയെ ഹവ ഓർ ധൂബ്, വിരിയാൻ വേണ്ടി എന്താ വേണ്ടത്? ഹവ ഓർ ധൂബ്, അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് പങ്ക് ഓർ ആസ്മാൻ. പങ്ക് ഓർ ആസ്മാൻ ആണ് മൂന്നാമത്തെ ആൻസർ. ചിറകും ആകാശവും. ഇവിടെ കാറ്റും വെളിച്ചവും, ഇവിടെ എന്താണ്? ചിറകും ആകാശവും. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ തന്നെയാണത്, മണ്ണും വെള്ളവും. മണ്ണും വെള്ളവും വേണം, കാറ്റും വെളിച്ചം വേണം, ചിറകും ആകാശവും വേണം. ഇനി അടുത്തത് നോക്കാം. ഹമേ ജീനെ കേലിയെ ക്യാ ക്യാ ചാഹിയെ? അപ്പം നമുക്ക് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ചോദ്യം. പദസൂര്യക്ക് പൂർത്തീകരേൻ ടിപ്പണിയിലേക്ക്. പദസൂര്യൻ പൂർത്തിയാക്കിയതിന് ശേഷം ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാനവ്, മാനവ് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ജമീൻ, വളരെ അത്യാവശ്യമായിട്ട് ജമീൻ വേണം അല്ലേ, ഭൂമി. ഭൂമിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്, അപ്പോൾ ജീവിക്കാൻ ഭൂമി വേണം. പിന്നെ ഹവ, വായു വേണം. പാനി, വെള്ളം വേണം. കപ്പട, വസ്ത്രം അല്ലേ, വസ്ത്രം വേണം. ഗാന വേണം, ഭക്ഷണം വേണം. ധൂബ്, സൂര്യപ്രകാശം വേണം. ദവ, മരുന്ന് വേണം. മക്കാൻ, കെട്ടിടം വേണം അല്ലേ, നമുക്ക് വീട് പാർക്കാൻ വേണ്ടി വീട് വേണം. അസുഖം വന്നാൽ കഴിക്കാൻ മരുന്ന് വേണം. ഭൂമി വേണം. ഓക്കെ, ഇനി നമുക്ക് ടിപ്പണി എഴുതിയ നോക്കാം. മനുഷ്യക്കോ ജീനെ കേലിയെ ജമീൻ, കപ്പട, വായു, ധൂബ്, ഭോജൻ ആദി ഹോന ചാഹിയെ. മനുഷ്യർക്ക് ജീവിക്കാൻ, ജീനെ, ഞാൻ്റെ അവിടെയാണ് കേട്ടോ വര വരുന്നത്, എൻ്റെ ചിഹ്നം ഇപ്പുറത്തേക്ക് നീങ്ങി പോയിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കണം. ഇത് വേണ്ട, നമ്മൾ ഞാൻ്റെ തൊട്ട് മുകളിലായിട്ട് വരയ്ക്കാം. മനുഷ്യക്കോ ജീനെ കേലിയെ ജമീൻ, കപ്പട, വായു, ധൂബ്, ഭോജൻ ആദി ഹോന ചാഹിയെ. മനുഷ്യർക്ക് ജീവിക്കാൻ ഭൂമി, വസ്ത്രം, വെള്ളം, വായു, സൂര്യപ്രകാശം, ഭക്ഷണം ഇതൊക്കെ ആവശ്യമാണ്. ഭോജൻ ശരീർ കോ ഊർജ और പോഷക പ്രദാൻ करता है. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഭോജൻ ഭക്ഷണം നമുക്ക് ശരീരത്തിന് ഊർജവും അതുപോലെ തന്നെ പോഷകവും പ്രദാനം ചെയ്യുന്നു. പാനി ബഹുത്ത് സരൂരി ചീസ് ഹേ. വെള്ളം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ് വെള്ളം. രഹിനെ കേലിയെ മക്കാൻ ബി ആവശ്യക ഹോത്താ ഹേ. പിന്നെ ജീവിക്കാൻ വേണ്ടി നമുക്ക് മക്കാൻ, കെട്ടിടം കൂടി ആവശ്യമാണ്. അങ്ങനെയാണ് ഇവിടെ ടിപ്പണി എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോഡേം ഓർ വാക്യ ലിഖേം. ഇതെല്ലാം യോജിപ്പിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ത് ചാഹിയെ. ഉഗ്ന, മുളയ്ക്കാൻ. ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ത്
ചാഹിയേ, മണ്ണും വെള്ളവും വേണം. അപ്പോൾ ഗിൽനെ കെലിയെ എന്താണ്? ഹവ ഓർ ധൂബ് അല്ലെ. ഗിൽനെ കെലിയെ ഹവ ഓർ ധൂബ് ചാഹിയേ. പക്കനെ കെലിയെ തോടി സി ആഗ് ചാഹിയേ. उड़ने के लिए पंख और आसमान चाहिए. जीने के लिए जमीन चाहिए. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഗിൽനെ കെലിയെ ഹവ ഓർ ധൂബ് ചാഹിയെ, വിരിയാൻ വേണ്ടി കാറ്റും അതുപോലെ തന്നെ സൂര്യപ്രകാശവും വേണം. പക്കനെ കെലിയെ ദൊഡിസി ആഗ് ചാഹിയെ, പാകപ്പെടുത്താൻ കുറച്ച് അഗ്നി വേണം. ഉടനെ കേലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ, ഉടനെ പറക്കാൻ വേണ്ടി ചിറകും ആകാശവും വേണം. ജീനെ കേലിയെ ജമീൻ ചാഹിയെ, ജീവിക്കാൻ ഭൂമി ആവശ്യമാണ്, ഭൂമി വേണം. അത്രയാണ് ഇതിൽ പറയുന്നത്. ഇതാ ഇവിടെ ഉള്ളത് തന്നെ നമ്മൾ ഇവരുടെ ഓരോന്നും ചേർത്തിട്ട് സെൻറ്റൻസ് ആക്കിയതാണ് താഴെ എഴുതിയത്. എല്ലാവരും നോക്കി എഴുതിയെടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാ സേ സമാന ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. കവിതയിൽ നിന്നും സമാന ആശയമുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജീവൻ മേ ആഗെ ബഡ്നെ കെ ലിയെ ക്ഷമത और आसमान की तरह खुला അവസർ മിൽനാ ചാഹിയെ. ജീവിതത്തിൽ മുന്നേറാൻ ക്ഷമത, കഴിവും അതുപോലെ തന്നെ ആസമാൻ കി തര, ആകാശം പോലെ തുറന്ന അവസരങ്ങളും ലഭിക്കണം എന്നർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദ്യം. ബഹുത് സരൂരി ഹേ മിലെ സബ്കോ പങ്ക് और उड़ने के लिए गुला एक आसमान. ഈ വരികളാണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാം ആ വരികൾ ഏതാണെന്ന്. നമ്മളെ കവിതയിലുള്ള വരികളാണത്. അത് നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗുലാ ഏക് ആസമാൻ എന്ന് തുടങ്ങുന്ന വരികളാണ്, അല്ല അവസാനിക്കുന്ന വരിയാണ്. बहुत सरी है मिले सब पंख और उड़ने के लिए गुलाए का आसमान. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബഹുത്ത് സരൂരി ഹെ മുതൽ ഗുലായ കാസമാൻ വരെ. കണ്ടോ? ഇനി അടുത്തത് ജീനെ കെ ലിയെ സബ്കോ ജമീൻ മിൽനാ സെ ആദാ സരൂരി ഹെ. ജീനെ കെ ലിയെ, ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും ഭൂമി ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നർത്ഥം വരുന്ന വരികൾ. ഉസ്സേ ബി ജ്യാദാ സരൂരി കി മിലെ സബ്കോ ജീനെ കെ ലിയെ സമീൻ. ഈ 3 വരികളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഈ കവിതയിലുള്ള വരികളാണ്. ഇത് നോക്കി എഴുതുക. ഇനി അടുത്ത ചോദ്യം. नमूने देखे जो ऐसे जोड़े गोले के ढूंढ कर लिखे. ദോടി മിട്ടി ഗുല ആസ്മല. ഇത് വിശേഷണാണ്. വിശേഷൻ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. മണ്ണിനെ ദോടി അല്പം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ദോടി മിട്ടി, അല്പം മണ്ണ്. അപ്പം മണ്ണിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അല്പം, അല്പം, കുറച്ച് എന്ന് മണ്ണിനെ വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ആസമാൻ, ആകാശം. ആകാശത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഗുല, തുറന്നു കിടക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന എന്ന അർത്ഥത്തിലാണ് ആസമാൻ എന്ന് അതിനോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗുല എന്നാണ് അല്ലേ. ഗുല എന്ന് തുറന്ന, വ്യാപിച്ച, തുറന്നു കിടക്കുന്ന ആകാശം, വിശാലമായി കിടക്കുന്ന ആകാശം എന്നർത്ഥം വരുന്ന ഗുല നമ്മളിവിടെ പ്രയോഗിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേട്, അതുപോലെ തന്നെ ഗുലാബ്, പാനി, തോത്ത, മക്കാൻ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതാത് സ്ഥാനങ്ങളിലേക്ക് യോജിക്കുന്ന, ഓരോന്നിനും യോജിക്കുന്ന വിശേഷൺ നമ്മൾ ഇവിടെ എഴുതണം. ഇതെല്ലാം വിശേഷണാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം വിശേഷണാണ്. അപ്പം ഇതിൽ നിന്നും നമ്മൾ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം ബെഡാ പേട്, ഒന്നാമത്തെ ആൻസർ ബെഡാ പേട്, വലിയ മരം. ലാൽ ഗുലാബ്, ചുമന്ന റോസാപ്പൂ. ഡണ്ടാ പാനി, തണുത്ത വെള്ളം. ഹരാ തോത്ത, ഹര പറഞ്ഞ പച്ച, ഹരാ തോത്ത, പച്ച തത്ത. ഊഞ്ചാ മക്കാൻ, ഉയർന്ന കെട്ടിടം. ഇത്രയാണ് നമ്മളിവിടെ വിശേഷണായി എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഊപ്പർ ഗിലെ ശബ്ദോं के आगे और क्या क्या विशेषण जोड़ सकते हैं. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ
വിശേഷൺ ജോഡ് സക്തേ, ഏതൊക്കെ വിശേഷണമാണ് നമ്മൾ ചേർക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ശബ്ദ്, പേട്, ഗുലാബ്, പാനി, തോത്ത, മക്കാൻ, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകളിലേക്ക് നമുക്ക് ഇനിയും എന്തെല്ലാം വിശേഷണങ്ങൾ ചേർക്കാൻ പറ്റും? നമ്മളിവിടെ എഴുതിയതല്ലാതെ വേറെ എക്സ്ട്രാ വിശേഷണങ്ങൾ നമുക്ക് എന്തെല്ലാം ചേർക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അതിന് വിശേഷണം എന്ന് പറഞ്ഞാൽ നല്ലത്, ചെറിയത്, വലുത്, സുന്ദരമായത്, അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് എന്ത്? വിശേഷൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എഴുതിയത് നോക്കാം. ചോട്ടാ പേട്, അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നോക്കി ഇതുപോലെ ചെയ്യാം. ചോട്ടാ പേട്, പീലാ ഗുലാബ്, ഗരം പാനി, സഫേദ് തോത്ത, നയാ മക്കാൻ. ഒന്നുകൂടെ പറയാം. ചോട്ടാ പേട് ചെറിയ മരം, പീലാ ഗുലാബ് മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂ, ഗരം പാനി ചൂടുള്ള വെള്ളം, സഫേദ് തോത്ത വെള്ള തത്ത, നയാ മക്കാൻ പുതിയ കെട്ടിടം. ഇനി ഇതേ ശബ്ദം തന്നെ ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്? ആ വിശേഷൺ, വേറെ വിശേഷണം കൊടുത്തിരിക്കുകയാണ്. ഹരാ പേട് പച്ച മരം, സഫേദ് ഗുലാബ് വെള്ള റോസാപ്പൂ, മീഠാ പാനി മധുരമുള്ള വെള്ളം, സുന്ദർ തോത്ത സുന്ദരമായ തത്ത, പുരാനാ മക്കാൻ പുരാനാ മക്കാൻ പഴയ കെട്ടിടം. അപ്പോൾ നമ്മളിവിടെ ഈ കാര്യവും ഫില്ല് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാക്ക ആശയ ലിഖിയേം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. കവിതയുടെ ആശയം എഴുതുക. മിലേ സബ്കോ കവിത ആത്മരഞ്ജനെ ലിഖി ഹെ. മിലേ സബ്കോ എന്ന കവിത ആത്മരഞ്ജനാണ് എഴുതിയത്. കവി कहना है कि, കവി कहता है कि നട്ടാ തായാണ്. कवि कहता है कि उगने के लिए मिट्टी और पानी चाहिए. കവി പറയുന്നു മുളയ്ക്കാൻ മണ്ണും വേണം വെള്ളവും വേണം. ഗിൽനെ के लिए धूप और हवा चाहिए. വിരിയാൻ വെയിലും അതുപോലെ തന്നെ ഹവ और धूप വെയിലും കാറ്റും വേണം. സൂര്യപ്രകാശവും വേണം, കാറ്റും വേണം. जीवन में आगे बढ़ने के लिए जीवन में आगे बढ़ने के लिए ആസമാൻ എന്നാണ് കേട്ടോ. ഇവിടെ ആത്മാൻ എന്നാണ് വന്നത്, ആസമാനാണ് കേട്ടോ. ആസമാൻ की तरह खुला अवसर मिलना चाहिए. ഇവിടെ ക്ഷമത എന്നാണ്. നമ്മളിവിടെ നേരത്തെ എഴുതിയല്ലോ ജീവൻമേ ആകെ പഠനയ്ക്ക് ഒന്നാമത്തെ ഒരു ഉത്തരമായിട്ട് എഴുതിയില്ലേ. ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജീവൻമേ जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह खुला अवसर मिलना चाहिए. അതന്നെയാണ് ഇവിടെ തന്നത് കേട്ടോ. ജീവൻ में അതേ ആൻസറാണ് ഇവിടെ തന്നിരിക്കുന്നത്. जीवन में आगे बढ़ने के लिए क्षमता और ആസമാൻ കി തര ഗുല അവസർ മിൽനാ ചാഹിയെ. ഇവിടെ ക്ഷമതാന്നും ആസമാനോ നിങ്ങൾ നോക്കി എഴുതുക. അവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലുള്ള ക്വസ്റ്റ്യനിൽ ഈ ആൻസർ ഉണ്ട്. അത് നോക്കിയിട്ട് ഇവിടേക്ക് മാറ്റണം കേട്ടോ. അവിടെ എഴുതുമ്പോൾ തെറ്റിപ്പോയതാണ്. പഠനെ കേലിയെ ക്ഷമത എന്നാണ് കേട്ടോ ഇവിടെ എഴുതി കാണിക്കുക. ഇവിടെ അങ്ങനെ ക്ഷമത അങ്ങനെയാണ് നിങ്ങൾ അവിടേക്ക് എഴുതേണ്ടത് കേട്ടോ. ക്ഷമത और ആസമാൻ. ആസമാൻ ഇവിടെ ആസമാനാണ്, ആകാശം. ആസമാൻ ആ പിന്നെ സാ പിന്നെ മാൻ. ആസമാൻ. ആസമാൻ की तरह खुला अवसर मिलना चाहिए. जीने के लिए सबको जमीन मिलना ज़्यादा ज़रूरी है. ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും ഭൂമി ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം, അതായത് അതിൻ്റെ മത്ലബാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കവിതയുടെ ആശയം നമ്മൾ എഴുതി കഴിഞ്ഞു. എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.